കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലാട്ടോ. ഇടയ്ക്ക് ഞാൻ നടിയിൽ കാണിക്കൂ, ഇടയ്ക്ക് ഞാൻ വിളവെടുപ്പ് കാണിക്കൂ, ഇടയ്ക്ക് ഞാൻ പൂക്കളെ കാണിക്കൂ. എന്നാൽ ഇന്ന് ഞാൻ നടിയിലാണ്. എന്താന്ന് ഇപ്പം നടിയിൽ തുടക്കം എങ്ങനെയാണെന്നറിയോ? നമുക്ക് ഓണം വരാനായല്ലോ. ഇതിപ്പം ജൂലൈ ആഗസ്റ്റ് ആയാലും ഓണാകുമ്പോൾ നമുക്ക് പലതും വിളവെടുക്കണ്ടേ. നമുക്ക് ഇങ്ങനെ നട്ടുകൊണ്ട് നിന്ന് വിളവും കിട്ടണമല്ലോ. അപ്പോൾ ഓണത്തിന് വിളവെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് നടാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് കറി വെക്കാൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ കറി വെച്ച് ബാക്കിയൊക്കെ നമ്മളവിടെ വെക്കുന്നത് മുളച്ചാൽ പിന്നെ അത് ഉപയോഗിക്കുന്നൊക്കെ പറഞ്ഞ് കേൾക്കാൻ ഞാൻ ഉപയോഗിക്കാറില്ല. പണ്ടൊക്കെ ഞാൻ ഉരുളക്കിഴങ്ങ് മുളച്ചങ്ങ് ചാടലായിരുന്നു. പിന്നെ ഞാൻ നട്ടുണ്ടാക്കി വെക്കുമ്പോഴല്ലേ അറിയുന്നത് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് നടുമ്പോൾ നട്ട വീഡിയോൻ്റെ താഴെ കഴിഞ്ഞല്ലോ കേട്ടോ ഒരാൾ കമൻറ്റ് ചെയ്തു, നിങ്ങൾ ഏത് നാട്ടിൽ അവിടെ ഉരുളക്കിഴങ്ങ് ഉണ്ടാകുമോയെന്ന്. അപ്പം പിന്നെ ഞാൻ നാട് എന്ന് പറഞ്ഞാൽ വയനാടാണ്. ഇവിടെ ഉരുളക്കിഴങ്ങ് ഉണ്ടായി. എൻ്റെ വീഡിയോ പഴുത് നോക്കി ഇഷ്ടം പോലെ ഉരുളക്കിഴങ്ങ് വിളവെടുത്ത് കാണാം. അപ്പം ഇന്ന് ഞാൻ എങ്ങനെയാണ് അന്നൊക്കെ ഞാൻ വിളവെടുത്തല നന്നായിട്ട് അത് എങ്ങനെയാണ് നട്ട് അതുപോലെ ഒന്ന് നടുന്നത്. എന്നാൽ വേരി നമുക്ക് കാണാലോ നടുന്നതൊക്കെ. ഇതാണ് എൻ്റെ ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് കറി വെക്കാൻ കൊണ്ടുവന്ന് മുളച്ച് കണ്ടോ. ഈ മുള വന്നാൽ പിന്നെ ഞാൻ എടുക്കൂല കണ്ടോ. അപ്പം ഞാൻ നടാൻ പോകുന്നത്. ഒന്നിൽ തന്നെ ഒരു ഇതിൽ ഞാൻ 2 എണ്ണം നടുന്നുണ്ട്. ഇത് മുറിച്ച് നടുന്നവരുണ്ട്, പക്ഷേ മുറിച്ച് നട്ടപ്പോൾ എനിക്ക് അത്ര വിളവ് കിട്ടിയില്ല. അപ്പം ഞാൻ നടുന്നത് ഇങ്ങനെയുള്ള ഗ്രോ ബാഗിലാട്ടോ. പിന്നെ സിമൻറ്റ് ചാക്കിലായിരുന്നു ഞാൻ നടല്. എനിക്ക് ഗ്രോ ബാഗ് കുറേ നല്ല ലാഭത്തിന് കിട്ടി. അതുകൊണ്ട് ഞാൻ പിന്നെ കാണാൻ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ ഗ്രോ ബാഗ് എടുത്ത്. ഗ്രോ ബാഗിൻ്റെ ഈ ഒരു വിസ്താരം മതി, ഒരു ഉരുളക്കിഴങ്ങിനൊക്കെ ഇത് മതി. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ പിന്നെ ചകിരി ഇടണം. ചകിരി ഇട്ടില്ലെങ്കിൽ എന്താ അറിയുമോ, ഹോൾസ് നമ്മൾ ഇട്ട പോട്ടി മിക്സൊക്കെ പുറത്തേക്ക് ഒലിച്ച് പോയിട്ട് അവിടെ അടഞ്ഞു പോകും. പിന്നെ പോട്ടി മിക്സ് ഒലിച്ച് പോകണ നഷ്ടം വേറെ, അടഞ്ഞു പോകുന്ന പ്രയാസം വേറെ. കാരണം അടഞ്ഞു പോയാൽ പിന്നെ വെള്ളം ഒന്നും ഒലിച്ച് പോകാണ്ടായാൽ നമ്മൾ നട്ടതിൻ്റെ നനച്ചു കൊടുത്താലൊക്കെ വെള്ളം കെട്ടിക്കിടക്കും. വെള്ളം കെട്ടിക്കിടന്നാൽ അത് ചീഞ്ഞു പോവും വേരൊക്കെ. പിന്നെ നമ്മൾ അധ്വാനിച്ചിട്ട് കാര്യമല്ലല്ലോ, വട്ടപ്പൂജ്യ. അപ്പം അതിനൊക്കെ ഒരു പരിഹാരം ചകിരി ഉണ്ട്. ചകിരി വെറ്റിൻ്റെ ആയിരുന്നു ഞാൻ ഇടൽ. ഇപ്പം വെറ്റിൻ്റെ ഉണ്ട്. ഇപ്പം ഇവിടെ തന്നെ ഞാൻ നിൽക്കുന്നു, അടുത്ത് തന്നെ തേങ്ങ പൊളിച്ചുള്ളപ്പോൾ ഞാൻ പിന്നെ ചകിരി എടുക്കാൻ പോയില്ല. എൻ്റെ മെറ്റതൊന്നും ഇതിട്ടാലും മതി കേട്ടോ, ഇത് മതി നമുക്ക്. അങ്ങനെ ഞാൻ നിറയെ കുറച്ചൊരു കനത്തിലങ്ങ് ചകിരി ഇട്ടതാ. മറ്റേതാകുമ്പോൾ പരന്നടന്ന് നിൽക്കുതാ ചകിരി ഇട്ട്. ഇനി അടുത്ത് ചകിരി ഇട്ട് കണ്ടോ, ഇത്രയും അങ്ങ് ഇട്ട് ഹോൾസ് അടയാണ്ടെക്കാൻ. ഇനി അടുത്ത് ഞാൻ കാണിച്ചു തരാം. അടുത്തത് കരിയിലൊക്കെ ഇടുമ്പോൾ നല്ല നനവാണ്. ഇവിടെ ഭയങ്കര മഴയാട്ടോ. ഇവിടെ ഭയങ്കര മഴ. നിങ്ങളെ നാട്ടിൽ മഴ ഉണ്ടോ? ആദ്യം തന്നെ ഇങ്ങനെ നോക്കുക. കരിയില ഞാൻ കൊണ്ടുവച്ചാലും വേറെ ജീവികളെങ്ങാനും വന്ന് കൂടിയോന്നറിയാൻ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും വേണ്ട, ഓണത്തിനേക്ക് നമ്മൾ കാക്കിയും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഇതിട്ടാനുള്ള ഗുണം എന്താണെന്നറിയോ? പിന്നെ നമ്മൾ വെറും മണ്ണ് മാത്രമാണെങ്കിൽ മണ്ണ് പാറ പോലെ അങ്ങ് ഉറച്ചു പോകും. പാറ പോലെ ഉറച്ചതിൽ വേരോട്ടം ഉണ്ടാവില്ല. അപ്പം ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മണ്ണും ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല സോഫ്റ്റ് മണ്ണാവും. ഈ സോഫ്റ്റ് മണ്ണിലില്ലേ ഏത് ചെടിയായാലും, ഉരുളക്കിഴങ്ങുന്നില്ല, ഏത് ചെടിയായാലും ഉഷാറിൽ വേരോട്ടോടി 4 കരുത്തിലുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്ത്. ഇനി അടുത്തത് കുറച്ച് മണ്ണ്. ഈ മണ്ണിനൊരു മാജിക്ക് ഉണ്ട്. എന്താ അറിയോ? മണ്ണ് അങ്ങ് ഇട്ട് കൊടുത്താൽ കുറച്ചിട്ട് ആ മണ്ണിൽ കുറേ സൂക്ഷ്മജീവികളുണ്ട്, നല്ലതുമുണ്ട് ചീത്തയുണ്ട്. നല്ല ജീവികൾ നമ്മളിട്ട പോട്ടി മിക്സിനൊക്കെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആക്കും. കമ്പോസ്റ്റ് ആക്കിയിട്ട് നല്ല കറുപ്പ് കളറും വരും. ഞാൻ വിളവെടുത്ത് ഞാൻ നിറയെ കരിയിലിട്ടിട്ടാണ് ഉണ്ടാക്കൽ. അങ്ങനെ കരിയിലിട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ വിളവെടുക്കുമ്പോൾ കരിയിലേ കാണൂല, നിറച്ച് സോഫ്റ്റ് മണ്ണ് കറുപ്പ് കളറിലുള്ള. അപ്പം ഈ മണ്ണാണത് കമ്പോസ്റ്റാക്കി മാറ്റുന്നത്. ഇട്ട് ഇനിയും ഞാൻ ഇടട്ടോ. ഇതന്നെ ഇനി ഇടുന്നത് എന്താ അറിയോ? ഇനി ഇടുന്നത് ശീമക്കൊന്ന. അത് ഞാൻ ശീമക്കൊന്നൊക്കെ വെട്ടി അതിൻ്റെ ഇടയ്ക്ക്
പ്ലാസ്റ്റിക്കും കുപ്പിച്ചില്ലും ഏടെ കണ്ടാലും മാറ്റിക്കൊണ്ട് അത് ലയിക്കൂല. നിങ്ങൾ ഇന്നലെ പരിസ്ഥിതി ദിനമായിരുന്നല്ലോ. പരിസ്ഥിതി ദിനത്തിൽ നിങ്ങൾ എന്തൊക്കെ നട്ടു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പരിസ്ഥിതി ദിനോ അമർത്തിയാലേ നമുക്ക് നമ്മളെ ഇതില്ലേ ഇപ്പോൾ പിന്നെ ഗ്രോ ബാഗ് അതിനൊരു ഷേപ്പും വരും. അങ്ങനെ ഇങ്ങനെ ഒന്നും നിൽക്കൂല. എങ്ങനെ നോക്കിയാലും പ്ലാസ്റ്റിക് വരും കേട്ടോ. ഇനി കുറച്ച് മണ്ണിടട്ടെ. ഞാനിങ്ങനെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ മാറി മാറി ഇടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് നല്ല വളക്കൂറുള്ള മണ്ണായി മാറിക്കോട്ടെ. നമ്മളെ ഉരുളക്കിഴങ്ങിന് വളത്തിൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാവാതായി പോണ്ട. ഇനി മഴയല്ലേ, ഇനി നട്ടാൽ ഉണ്ടാവുമോ എന്നൊന്നും ആരും സംശയിക്കണ്ട. ഉരുളക്കിഴങ്ങിനൊക്കെ മഴയൊന്നും ഒരു പ്രശ്നവുമില്ല. ഉരുളക്കിഴങ്ങിന് മാത്രമല്ല, കേബേജില്ലേ, അതെല്ലാവർക്കും ഒരു അത്ഭുതം. മഴക്കാലത്ത് കേബേജ് ഉണ്ടാവുമോ? എനിക്കുണ്ടാവലുണ്ട് കേട്ടോ. എനിക്ക് നല്ലോണം ഉണ്ടാവില്ല. ഞാൻ വിളവെടുത്ത് കാണിക്കലും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം എൻ്റെ കേബേജിൻ്റെ കൂടി ഇക്കൂട്ടത്ത് പറഞ്ഞു തരാം. ഇത് കണ്ടോ, ഇതൊന്ന് നോക്ക്. ഇതെന്താ സംഭവം എന്നറിയോ? ഇതാ ഇവിടെയൊക്കെ കണ്ടോ. ഇതെന്താ അറിയോ? ഞാൻ കാബേജ് വിളവെടുത്ത് കഴിഞ്ഞാൽ ആ കുറ്റിമേൽ നിറയെ കാബേജിൻ്റെ തൈ ഉണ്ടാവും. ആ തൈ ഞാൻ പൊട്ടിച്ച് മണ്ണിൽ കുത്തി കൊടുത്തുക. 1 2 3 4 5 കണ്ടോ. എന്നിട്ട് വേര് പിടിക്കും. വേര് പിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാബേജ് നടും. നമുക്ക് ഓണത്തിന് കാബേജ് വേണ്ടേ? അതിൻ്റെയൊക്കെ ഒരുക്കപ്പാടാ. ഒരിക്കൽ മാത്രം നഴ്സറിയിൽ നിന്ന് കാബേജ് വാങ്ങിയാൽ മതി. പിന്നെ വേണമെന്ന് മനസ്സ് വെച്ചാൽ കൊല്ലങ്ങളോളം ആ ഒരു കാബേജിൽ നിന്ന് തൈകൾ ഉണ്ടായി അങ്ങനെ മുന്നോട്ട് പോകും. കണ്ടോ എത്ര ഉണ്ടായി. ഇതൊക്കെ അതാ. ഞങ്ങൾ ഇതിൻ്റെ ഇടയൊന്ന് പറഞ്ഞു തന്നു കേട്ടോ. ആർക്കെങ്കിലുമൊക്കെ നടണമൊക്കെ തോന്നിയാൽ ഒരു കാബേജ് വളരാൻ ഇത് ധാരാളമായി ഒന്ന് കുത്തി അമർത്തി ഷേപ്പാക്കുക. പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ നടാൻ ഒരുങ്ങുമ്പോൾ എപ്പോൾ നമ്മൾ നടുന്നത് മണ്ണിലായിരിക്കണം. അപ്പോൾ ഇപ്പോൾ ഇനി മുതൽ മഴയാണല്ലോ. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും മഴയത്ത് ഇനി ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പം ഞാനൊരിക്കൽ ഊട്ടി പോയിരുന്നു. അല്ല, കൊടൈക്കനാലിൽ. ഊട്ടി എന്നൊക്കെ മാറിപ്പോവുക. കൊടൈക്കനാലിൽ മഴക്കാലത്തായിരുന്നു പോയത്. അപ്പം ഞങ്ങൾ താമസിച്ച ഫ്ലാറ്റിൻ്റെ ബാക്കിൽ നമ്മൾ വെറുതെ ഇങ്ങനെ നടക്കുമല്ലോ അതിൻ്റെ ചുറ്റും കാണാൻ. അപ്പം ബാക്കിൽ ഇങ്ങനെ നെൽകൃഷി എടുത്ത പോലെ ഞാറ് നട്ട നല്ല ഭംഗി പച്ചിപ്പ് ഇങ്ങനെ നിറഞ്ഞെടുക്കും. ഞാനത് കണ്ടാൽ വിടൂരല്ല, എനിക്ക് കാണണോ അതൊക്കെ. ഞാൻ പോയി നോക്കുമ്പോൾ എന്താണെന്നറിയാം, ഉരുളക്കിഴങ്ങ് കൃഷിയാണ്. അങ്ങനെ ആളായി വരുന്നേ ഉള്ളൂ. അപ്പം ഈ മഴയത്ത് ഞാൻ അവരോട് ചോദിച്ചു, ഈ മഴക്കാലത്ത് ഇതുണ്ടാവും. കഴിഞ്ഞ കൊല്ലത്തെ കഥയാട്ടോ. ഈ മഴക്കാലത്ത് നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഈ മഴയാണ് ഉരുളക്കിഴങ്ങ് നല്ലത്. എന്നിട്ട് ഇപ്പം ഞാൻ ചോദിച്ച്, അന്നേരമൊക്കെ ഞാൻ പഠിച്ച് വരുന്നേ ഉള്ളൂ, ഒരു ഉരുളക്കിഴങ്ങിന് എത്ര സമയം എടുക്കും? അപ്പോൾ ഒരു 3 മാസമാണ്. മഴയത്ത് എന്ത് ശക്തിയിലോ അതിൻ്റെ ഇല കണ്ടാലറിയാം, അതിൻ്റെ തുടക്കം കണ്ടാലെന്നെ അറിയാം. അപ്പോൾ മഴയൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. നമുക്ക് ഉരുളക്കിഴങ്ങ് നടാം, കാബേജ് നടാം, പയർ നടാം, വഴുതിന നടാം. ഓണാകുമ്പോൾ നമുക്കെല്ലാം നടാം. വെള്ളരി, കുക്കുംബർ എല്ലാം നടാം. ഞാൻ മണ്ണിട്ടു കേട്ടോ. ഇനി ഞാൻ എൻ്റെ കുറച്ച് കരിയില കമ്പോസ്റ്റ് ഉണ്ട്. കരിയില കമ്പോസ്റ്റും കൂടെ അങ്ങ് ഇട്ടാണ് കേട്ടോ. എപ്പോൾ ഞാൻ കോരി കൊണ്ടുവെക്കും കരിയില കമ്പോസ്റ്റ്. കണ്ടാൽ വിചാരിക്കും ചാണകത്തിൻ്റെ കളറായിട്ടുണ്ടല്ലോ കരിയില കമ്പോസ്റ്റ്. അതൊക്കെ പൊടിഞ്ഞീന്. ഈ കരിയില കമ്പോസ്റ്റ് ഞാൻ എന്തിനാണ് മേലെ ഇടുന്നതെന്നറിയോ? ഇതിൽ ധാരാളം വിത്തുണ്ടാവും. നമ്മൾ അടുക്കളയിൽ പച്ചക്കറി വേസ്റ്റൊക്കെ ഇതിൽ ഇടുന്നുണ്ടല്ലോ. അപ്പം ധാരാളം വിത്തുണ്ടാവും. നമ്മളിങ്ങനെ നോക്കിയാൽ വിത്തൊന്നും കാണൂല. നമ്മൾ ഇതിലിപ്പം വഴുതനൻ്റെ വിത്ത്, ചീര വിത്ത് ഒന്നും കാണൂല. കാണുന്നത് മത്തൻ്റെത്, കുമ്പളത്തിൻ്റെ ഒക്കെ പിന്നെയും കാണും. അതൊക്കെ ഇങ്ങോട്ട് ശക്തിയിൽ മുളക്കും. ഇങ്ങനെ ഇനിയാണ് ഞാൻ നടാൻ പോകുന്നത്. ഇതാ അങ്ങനെ ഞാൻ പോട്ടി മിക്സ് എല്ലാം വേണ്ടതുപോലെ ഇതിൽ വേണ്ടതൊക്കെ ഞാൻ കൊടുത്ത് കഴിഞ്ഞു. ഇനി നനയ്ക്കും വേണ്ട. ഇനി മുതൽ മഴയാ, നല്ല സുഖ. നട്ടോളം ഉണ്ടിട്ടോ മുളച്ച് വന്നതൊക്കെ. കല്ല് മാറ്റണം, അതിൻ്റെ ഇടയിൽ പൊടി കല്ല്. അങ്ങനെ ഞാൻ എൻ്റെ ഉരുളക്കിഴങ്ങ് നടാൻ പോവുക കേട്ടോ കൂട്ടുകാരെ. ഇതാ മുളച്ചത്. ഈ ഒരു മുള ഇവിടെ ഇല്ലേ, ഇവിടുന്നും മുള വരും, ഇവിടുന്നും വരും, എല്ലായിടത്തുനിന്നും വരും. എത്ര ഇങ്ങനെ കമ്പുകൾ ഇങ്ങനെ വരുന്നുണ്ടോ അത്രയും ഉരുളക്കിഴങ്ങ് ഉണ്ടാവും. അപ്പം ഞാൻ നടട്ടെ കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല അടിപൊളിയായിട്ട് മുളക്കട്ടെ. ഒന്നും ഇവിടെ
എനിക്ക് കുറേ മുളച്ചിട്ടുണ്ട്. ഞാൻ കുറേ നടും. ഒന്നേ ഇപ്പം നിങ്ങളെ കാണിക്കുന്നുള്ളൂ. ഈ രീതിയിൽ ഞാൻ കുറേ അങ്ങ് നടും. ഇനി മഴയത്ത് നേരിയ മഴ ഇങ്ങനെ കിട്ടിയിട്ട് ഇതിങ്ങോട്ട് ഉഷാറാളുണ്ടാവും. കുറച്ചിങ്ങനെ ഇത് മണ്ണ് ഇതിന് വെയിലത്ത് വരുമ്പോൾ വെയിൽ തട്ടുമ്പോൾ ഇനി ഒരു പച്ച കളറ് വരും. എൻ്റേത് അങ്ങനെ വന്നിരുന്നു. ഞാൻ വിളവെടുത്തത് കൊണ്ടുപോയിട്ട് വെച്ച് അതും മുളച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നെ നടാന്ന് വിചാരിച്ചാൽ മുളച്ച് കുറച്ചുകൂടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഉരുളക്കിഴങ്ങ് നടൽ? അപ്പോൾ ഇത് കണ്ട് നിങ്ങൾക്കൊരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തുടക്കം മുതൽ ലാസ്റ്റ് വരെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഇങ്ങനെ പറഞ്ഞിട്ട് ചെയ്യുന്നത്. കൊടൈക്കനാൽ പോയ കഥ പറഞ്ഞതും ഒക്കെ കേട്ടോ നിങ്ങൾക്കൊന്ന് ബോധ്യമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എൻ്റെ വിളവെടുപ്പ് നിങ്ങൾ കാണിക്കണേ ഇത് വിളവെടുക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ പഴയതിലൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ചാനലിൽ. അപ്പോൾ ഞാൻ നട്ട് കഴിഞ്ഞു. കണ്ടില്ലേ എൻ്റെ ഉരുളക്കിഴങ്ങ് പൂവിട്ടത് നോക്ക്. പഴയത് ഉരുളക്കിഴങ്ങ് പൂവിട്ടത്. ഉരുളക്കിഴങ്ങ് വള്ളി അല്ലെങ്കിൽ വള്ളിൻ്റെ സ്വഭാവം കാണിക്കുക. അപ്പോൾ ഒരു താങ്ങ് കൊടുക്കണം നമ്മൾ. അങ്ങനെ ഒരു താങ്ങ് കൊടുത്തതാണ് ഇത് കേട്ടോ. അതുകൊണ്ട് പൂവിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം നന്നായിട്ട് കിഴങ്ങുണ്ടാവും. ഇതിൻ്റെ വിളവെടുപ്പൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കാണിക്കും കേട്ടോ. ഇതിലാണ് നട്ടത് ഞാൻ, ചാക്കിലാണ്, സിമൻറ്റ് ചാക്കിൽ. പിന്നെ ഞങ്ങളോട് പറഞ്ഞില്ലേ കാബേജ് തൈ ഉണ്ടായി എന്നുള്ളത്. കാബേജ് തൈ കണ്ടോ? ഇനിയും പറിച്ച് നടാണ്ട് കാബേജ് തൈ കണ്ടോ? ഇഷ്ടം പോലെ ഒന്നിൽ തന്നെ ഇതൊക്കെ കാബേജിൻ്റെ തയ്യാണ്. ഇവിടെ ഒരു കാബേജ് ഉണ്ടാകും. എനിക്ക് അങ്ങനെയാണ്, എപ്പോഴും കാബേജ് വിളവെടുക്കാനുണ്ടാവും. അത് എനിക്ക് ഉണ്ടാവുന്നത് കൊണ്ട് അതുപോലെ നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എനിക്കുണ്ടാകുന്ന രീതി ഞാൻ പറഞ്ഞു തരുന്നത്. നഴ്സറിയിലൊന്നും പോവണ്ട. ഇപ്പം അത് നിങ്ങളെ കാണിക്കുന്നുണ്ടോ? പൂവൊന്നും കൂടെ കണ്ടോളത് വിരിഞ്ഞത് മഴ പെയ്തിട്ട് ഈ വിരിയുന്നലൊക്കെ ഒന്ന് കൂടിപ്പോയി. എല്ലാവരും മഴക്കാലം ജൂൺ മാസമായി ഒരു ബോഗൺവില്ലേൻ്റെ കമ്പെങ്കിലും നടാൻ നോക്കണേ. നട്ടിങ്ങ് പോയി കിടന്നുറങ്ങിയാലും ശരി ഇതുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും, 100% ഗ്യാരൻറ്റി. ജൂൺ മാസത്തിലത് നടേണ്ടത്. അപ്പോൾ എൻ്റെ ഉരുളക്കിഴങ്ങ് നടിയിൽ വീഡിയോ കണ്ടല്ലോ. നടിയിൽ വീഡിയോക്ക് നനക്കണ്ട കേട്ടോ. ഇനി ഞാനല്ലെങ്കിൽ നനവരെ നിങ്ങളെ കാണിക്കാറുണ്ട്. നനക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മഴപ്പം തന്നെ മഴ നിന്നിട്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.